മറ്റൊന്ന്, ഇവിടെ നിങ്ങൾ ഹാരിഫ് ഹുസൈൻ എന്ന ആളെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ റമീസ് എന്ന് പറയുന്ന ആളെടുത്ത് പന്നിയിറച്ചി കൊണ്ടുപോയാൽ ഇത് ഹറാമാണ്, ഞാൻ തിന്നത്തിലാണ്. അതുകൊണ്ട് ഈ റമീസ് എന്ന് പറയുന്ന ക്രിമിനൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും കേരളത്തിലെ ഒരു കോടി മുസ്ലിങ്ങൾ സമാധാനം പറയണമെന്നാണ് പറയുന്നത്. ഞാൻ നാളെ ചോദിക്കട്ടെ, ഈ ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരാൾ നാളെ എന്ത് തോന്നിയാസം കാണിച്ചാലും അതിന് ഉത്തരവാദിത്വം ഈ നാട്ടിലെ മുസ്ലിം സമുദായം പേരേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ തറവാട്ടിൽ പറഞ്ഞ മഹിമ കാട്ടിയിട്ടുണ്ട് നരസിംഹൻ അലി അക്ബർ. അദ്ദേഹം ആശയത്തോട് ഇത്രത്തോളം വിരോധം തോന്നി, എനിക്കിത് നിലകൊള്ളാൻ സാധിക്കില്ല എന്ന് വന്നു. അദ്ദേഹം തന്റെ പേര് പോലും ഉപേക്ഷിച്ചു പോയില്ലേ? ഇത് 6-ാം നൂറ്റാണ്ടിലെ അജ്ഞാതമായ ഏറ്റവും പിന്നിർപ്പനായ ഒരു ആശയത്തിന്റെ സംവിധാനമാണ് ഈ മതം എന്ന് പറയുകയും, എന്നാൽ ഹലോ കേൾക്കുന്നുണ്ടോ എന്ന് പറയുകയും, എന്നാൽ ആ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ RSS സംവിധാനങ്ങളുമായിട്ട് ഇപ്പൊ പുതുതായി ഉണ്ടായ ചില അധികാര കേന്ദ്രീയങ്ങളുമായിട്ട് അടുക്കാൻ കുറെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം ആളുകളുടെ നിലവാരത്തെ സംബന്ധിച്ച് ആ സമൂഹത്തിലുള്ളവർ ചിന്തിക്കണം എന്നാണ്. യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇങ്ങനെ വിമർശിക്കേണ്ടതുണ്ടോ? ഒരു കാര്യം പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാതെ താൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സംഗതിയാണ് ആത്യന്തികമായ സത്യം എന്ന ഒരു വിശ്വാസം, അത് ഇവിടെയുള്ള സാധാരണ വിശ്വാസികൾക്കെല്ലാം ഉള്ളതുപോലെ ഇദ്ദേഹത്തിനുണ്ട്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇദ്ദേഹം ഈ പറയുന്ന ഖുർആനിലെ ആയത്ത് വായിച്ചിട്ടില്ല. മതത്തെ നമ്മളിവിടെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഇതെല്ലാം പറയുമ്പോൾ ഉത്തരം മുട്ടി കഴിയുമ്പോൾ അവസാനം പേര് മാറ്റിക്കൂടെ എന്ന് പറയുന്ന നമ്മൾക്ക് കേട്ട് താഴ്ന്നിട്ടുള്ള ആ മറുപടി അല്ലാതെ വേറെ ഒന്നും എടുക്കാനില്ല. എന്റെ പൊന്ന് സുഹൃത്തെ, നിങ്ങളുടെ ആവനാഴിയിൽ വേറെ ആയുധമൊന്നും ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി അഥവാ എന്റെ പേര് ഞാനങ്ങ് മാറ്റി എന്ന് വിചാരിക്കുക. ഇപ്പൊ എന്റെ പേര് ആരിഫ് ഹുസൈൻ ആണ്, അത് ഞാനങ്ങ് മലയാളത്തിലേക്ക് ആക്കി സുന്ദരനായ അറിവുള്ളവനാക്കി അള്ളാഹുവിന്റെ അറബി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കി. ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ അള്ളാഹു ഈ ഇത്തരം വാദങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കും. നമ്മളിവിടെ പറഞ്ഞതിന് നിങ്ങൾക്ക് ഉത്തരം നിങ്ങൾ പറയും. നിങ്ങൾക്ക് ത്രാണിയുണ്ടോ? എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമായ വ്യക്തി ഒരു അമുസ്ലിമായ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിനുള്ള തടസ്സം എന്താണ്? ഇസ്ലാമികമായ മതവിധി എന്ത് എന്ന് പച്ചയ്ക്ക് പറയുന്ന നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? ആ ധൈര്യം നിങ്ങൾ കാണിക്കാതെ വെറുതെ എന്റെ മതം അങ്ങനെയാണ്, എന്റെ മതം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു വിളിച്ച തെറി എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം, മുഹമ്മദ് നബി വിളിച്ച തെറി എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം, ഖലീഫമാർ വിളിച്ചിട്ടുള്ള തെറി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിയില്ല, അത്രേ ഉള്ളൂ. അത് ഇല്ല എന്നും എന്റെ മതം എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കരുത്. പച്ച തെറി വിളിച്ചിട്ടുള്ള ആളുകളാണ് ഈ പറയുന്നതൊക്കെ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നല്ല അസൽ തെറി അള്ളാഹു തന്നെ വിളിച്ചിട്ടുണ്ട്, തന്തയില്ലാത്തവനെന്ന്. എന്നെ കൊണ്ട് അത് വിളിപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ.